ഇന്റീരിയർ ചെയ്യുമ്പോൾ നിങ്ങളിൽ പലരും ലാക്കർ ഗ്ലാസ് ഉപയോഗിച്ച് കിച്ചൺ ചെയ്യുന്നവരാണ്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആ പ്രശ്നം എന്താണെന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഗ്ലാസ് കിച്ചൺ ഷട്ടറിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ 14 mm പ്ലൈയിൽ അപ്പുറം ലാമിനേറ്റ് ഇട്ടിട്ട് 4 mm ഗ്ലാസ് ഇതിലോട്ട് പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ PVC എഡ്ജ് ബാൻഡിങ് ഓൾ അറൗണ്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡും ഭൂരിഭാഗം ആൾക്കാർ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു രീതി. ഇപ്പോൾ ഈ ഒരു ഷട്ടറിലോട്ട് വരുമ്പോൾ ഇതിലെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ ആണ്. ആകെ ഈ എഡ്ജ് ബാൻഡ് മാറിയിട്ട് ഇതിൽ അലൂമിനിയം പ്രൊഫൈലാവും. ഈ പ്രൊഫൈല് നമ്മൾ ചെയ്യുമ്പോൾ മൈട്രി ചെയ്താണ് ഫിക്സ് ചെയ്യണത്. ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ഈ എഡ്ജസ് ചെറുതായിട്ട് ഷാർപ്പായിരിക്കും. ഇങ്ങനെ ഷാർപ്പ് ആകുമ്പോൾ നമ്മൾ കിച്ചണിൽ ഈ ഷട്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ തുറന്നു അടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊണ്ടു കഴിഞ്ഞാൽ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നേക്കണേ. അത് നമുക്ക് കാണാം. നമ്മൾ പറഞ്ഞ സൊല്യൂഷൻ ഇതാണ്. മുമ്പത്തെ ഗ്ലാസ് ഷട്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എഡ്ജസ് ഭയങ്കര ഷാർപ്പായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ എഡ്ജസ് കേർവ്ഡ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ കൈ ഓടിക്കുമ്പോൾ നമുക്ക് കൈ മുറിയാനുള്ള ചാൻസ് ഒന്നും ഇല്ല. പിന്നെ നമ്മളിവിടെ ഈ 4 സൈഡിലും നമ്മൾ ഈ കണക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പേര് എഡ്ജ് കണക്ടർ എന്നാണ്. അപ്പോൾ നമ്മളിത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു കേർവ്ഡ് ഫിനിഷ് കിട്ടണേ. നമ്മൾ ഈ ഷാർപ്പായിട്ട് ചെയ്യുമ്പോൾ അത് എസ്തെറ്റിക്കലി കാണാനും ഭംഗിയില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രീമിയം ഫിനിഷ് കിട്ടും. നമ്മളൊരു ഗ്ലാസ് ഷട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിനായിട്ട് പ്ലീസ് ഡു ഫോളോ പേജ്.